ഹലോ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെറിയൊരു ഷോപ്പിംഗ് വ്ളോഗാണ്. ഇന്ന് ഫുൾ ബിസി ഡേ ആണ്. ആദ്യം നമ്മൾ സ്റ്റുഡിയോയിൽ പോയി. അവിടെ തന്നെ മോൾക്ക് കുറച്ച് ഡ്രസ്സ് നോക്കി, ഒന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. നമ്മൾ വരുന്ന വഴിക്ക് അവിടെ നിന്നൊരു ജുംക്ക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് അടിപൊളി ജുംക്കയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ലെൻസ് കാർട്ടിൽ അമ്മയ്ക്ക് കണ്ണട വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരവിടെ ഫ്രീ ടെസ്റ്റൊക്കെ ചെയ്തിട്ട് അവർ അതിൻ്റെ റിസൾട്ട് പറയുന്ന സമയം വരെ നമ്മളവിടെ വെറുതെ വായ നോക്കിയിരുന്നു. പിന്നെ എൻ്റെ മകൾ ആദ്യമായിട്ട് എന്താ പറയുക സ്വീറ്റ് കോൺ കഴിച്ചു. അപ്പോൾ അവൾക്കത് ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾ ഇപ്രാവശ്യം 2 ഗ്ലാസ് സ്വീറ്റ് കോൺ അവൾക്ക് വാങ്ങിച്ചു കൊടുക്കേണ്ടി വന്നു കേട്ടോ. അവിടെ വെച്ച് നോക്കിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് നമ്മൾ വാങ്ങിച്ച പുതിയ കമ്മലിൻ്റെ അത് തുറന്ന് നോക്കിയപ്പോൾ അതിൻ്റെ കാല് പൊട്ടിയിരിക്കുന്നു. അപ്പോൾ തന്നെ നമ്മൾ വീണ്ടും തിരിച്ച് സ്റ്റുഡിയോയുടെ അടുത്ത് പോയി. കാരണം സ്റ്റുഡിയോയുടെ മുമ്പിലുള്ള ഒരു ചേച്ചിയുടെ കയ്യിൽ നിന്നാണ് ആ കമ്മൽ വാങ്ങിച്ചത്. അപ്പോൾ എനിക്ക് ശരിക്കും ഇത്രയും ദൂരം തിരിച്ചു പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ കമ്മൽ ഇപ്പം തന്നെ വാങ്ങിച്ചുള്ളൂ, ഇനി നാളെ വന്നാൽ തിരിച്ചു കിട്ടും. ആ ചേച്ചി അവിടെ ഉണ്ടോ എന്ന് അറിയത്തില്ലല്ലോ. അതേ ടൈപ്പ് ജുംക്ക നോക്കിയിട്ട് എനിക്കവിടെ കിട്ടിയില്ല. എന്നിട്ടൊരു അതുപോലെ അല്ലെങ്കിലും കുഴപ്പമില്ലാത്തൊരു ജുംക്ക വാങ്ങിച്ചു. എനിക്കൊരു ജുംക്ക വേണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇതെനിക്ക് മറ്റേ ജുംക്കയുടെ അത്ര ഇഷ്ടമായില്ല. അങ്ങനെ നമ്മളിപ്പോൾ പോകുന്നത് ഒരു ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എല്ലാ മാസവും ഒരു വട്ടം ഫാമിലിയായിട്ട് അതുപോലെ ഡിന്നർ കഴിക്കാൻ പോകും. അപ്പോൾ ഇത് ഞങ്ങളുടെ വീടിനടുത്തുള്ള ടാമറൈൻഡ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റാണ്. ഞാനവിടെ ആദ്യമായിട്ടാണ് പോകുന്നത്. ഞാൻ ഗൂഗിൾ റിവ്യൂസൊക്കെ നോക്കിയിട്ട് പോയതാണ്. ഇവിടെ ഒരു ഓപ്പൺ എന്താ പറയുക റെസ്റ്റോറൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് റൂഫ് ടോപ്പ് റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് കേട്ടാണ് പോയത്. അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ എത്തിയ സമയത്ത് ഇത് ഓപ്പൺ ആയിരുന്നില്ല. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഇതൊരു ആളുകളിൽ ഒരുപാട് സ്മോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ അവിടെ പുറത്ത് പോയിട്ടിരുന്നില്ല, അതിനകത്തിരുന്നു. പിന്നെ അവരും നമ്മളോട് പറഞ്ഞു കൊച്ചക്കൊല്ലുകൊണ്ട് അകത്തിരുന്നോളൂ, അവിടെ സ്മോക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അകത്തിരുന്നോളൂ എന്ന് അവിടെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇപ്പോൾ വന്ന സമയത്ത് ഇതിനകത്ത് അധികം ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ ടാമറൈൻഡ് റൂഫ് ടോപ്പ് റെസ്റ്റോറൻറ്റ് വന്നതാണ്. പക്ഷേ ഫോട്ടോസിൽ കണ്ടതുപോലെ ഇവിടെ റൂഫുണ്ട്, പിന്നെ പുറത്തിരിക്കാൻ പറ്റത്തില്ല. അവിടെ ആളുകൾ സ്മോക്ക് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങളോട് അകത്തിരിക്കാൻ പറഞ്ഞു. ആംബിയൻസ് ഒക്കെ സൂപ്പറാണ്. ഇനി ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനി അതെങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞാൻ കുറച്ച് വീഡിയോസ് കാണിച്ചു തരാം. എങ്ങനെയുണ്ട്? പാലും ഒഴിച്ചിട്ടും ക്രീമാ. പിന്നെ നമ്മൾ സ്റ്റാർട്ടർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ ചിക്കൻ ലോലിപോപ്പാണ് ഓർഡർ ചെയ്ത്. അവൾക്ക് ബുൾസൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ബുൾസൈൻ്റെ അപ്പം അവർ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അവൾക്കത് എന്തോ ബുൾസൈകൾ തൊട്ടില്ല. പിന്നെ അവൾ അവിടെ പെപ്സി വേണമെന്ന് പറഞ്ഞ് കരഞ്ഞ് കുറച്ച് പെപ്സി കുടിച്ചു. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഒഴിച്ചു. പിന്നെ ഈ സൂപ്പിനൊപ്പം ഒരു സ്റ്റിക്ക് പോലെയുള്ള നമുക്കൊരു ബ്രെഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവൾ അതും കഴിച്ചു. അവൾക്ക് അതും ഇഷ്ടമായി. അടിപൊളി ഫുഡായിരുന്നു. നമ്മൾ മെയിൻ കോഴ്സായിട്ട് ഓർഡർ ചെയ്തത് ഒരു ഫിഷ് ഫ്രൈ ബിരിയാണി ആയിരുന്നു. പിന്നെ അമ്മയ്ക്ക് നാനും കടായി ചിക്കനും മതി എന്ന് പറഞ്ഞപ്പോൾ അത് വാങ്ങിച്ചു. നമ്മൾ ഫുഡ് ഇപ്പോൾ നമ്മളെല്ലാ ഫുഡും ഒരുവിധമൊക്കെ കഴിച്ചു. ബാക്കിയൊക്കെ പാഴ്സൽ ചെയ്തു. നമുക്ക് ഫുള്ളാക്കാൻ പറ്റിയില്ല, കഴിച്ചു തീർക്കാൻ പറ്റില്ല. ബിരിയാണി തീരെ ഇഷ്ടമായില്ല. ബാക്കിയെല്ലാം സൂപ്പറായിരുന്നു. ഇവിടെ ഒരാൾ ഇത്രയും നല്ല ഫുഡ് കഴിക്കാതെ അവൾ നാരങ്ങ കഴിച്ചിരിക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് അതിനടുത്ത് തന്നെയുള്ള നടുമുറ്റെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പിലേക്കാണ്. ഇത് നമ്മുടെ നാട്ടിലെ കുറേ ഐറ്റംസ് ആയിട്ടുള്ള കടയാണ്. കേരള സ്റ്റോറാണ്. ഇവിടെ വെജിറ്റബിൾസും ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പല സാധനങ്ങളും അവിടെ കിട്ടും. അപ്പോൾ ഞാൻ അവിടുന്ന് കുറച്ച് ഉണക്കമീനൊക്കെ വാങ്ങിച്ചു. കുറേ കാലമായിട്ട് ഉണക്കമീനൊക്കെ കഴിച്ചിട്ട്. പിന്നെ പച്ചക്കറിയൊക്കെ ഓൾമോസ്റ്റ് രാത്രി ആയതുകൊണ്ട് അത്ര ഫ്രഷ് ഒന്നും ആയിരുന്നില്ല, അതുകൊണ്ട് അതൊന്നും വാങ്ങിച്ചില്ല. പിന്നെ കുറച്ച് അമ്മ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇതാണ് സ്റ്റോർ. ഇവിടുന്ന് എല്ലാ
ഡെക്കറേഷൻ ഐറ്റംസ് ആണെങ്കിലും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കേരള മീഡ് സൂപ്പ് അങ്ങനത്തെ പല പല കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ അവിടെ നന്നായിട്ട് കിട്ടും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ജാനുവരി ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സ്ഥലങ്ങളൊക്കെ അടുത്തടുത്ത് തന്നെയാട്ടോ, നമ്മുടെ വീട്ടിൽ നിന്ന് അധികം ദൂരമില്ല. ട്രെൻഡ്സിലോട്ട് പോയി ഞാൻ ആദ്യമായിട്ടാണ് ഈ ഷോപ്പിലോട്ട് വന്നിട്ടുള്ളത്. ഒരുപാട് നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. ജാനുവരിക്ക് നമ്മൾ 2-3 ജോഡി ഡ്രസ്സ് എടുത്തു. എന്തായാലും ഇതൊക്കെ നമ്മൾ വാങ്ങിച്ചു കൂട്ടുന്നവിടെ വിൻ്റർ ടൈം ആയി തുടങ്ങി. അപ്പോൾ അവൾക്ക് ഉള്ള ജീൻസൊക്കെ മാറ്റേണ്ട സമയമായി, അവളുടെ ബർത്ത്ഡേ ആവാറായി. അതുകൊണ്ട് ഒരുപാട് സാധനം വാങ്ങിക്കാനുണ്ട്. നമ്മൾ ഈ മാസം മുതൽ കുറച്ചായിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. സമയം സമയം രാത്രി 9 മണിയായപ്പോൾ നമ്മളുടെ എല്ലാ പരിപാടികളും അവസാനിപ്പിച്ചു. ജാനുവരിക്ക് ഡ്രസ്സൊക്കെ വാങ്ങിച്ചു. ഇവിടെ ഇറങ്ങി ലേറ്റായി പോയതുകൊണ്ടാണ് അതാണ് പറ്റിയത്. നമ്മൾ തിരിച്ചു പോവാണ്. അപ്പോൾ അതിന് ശേഷം ഞാൻ എന്താ പറയുക, രണ്ടല്ല വീഡിയോയുടെ അവൾക്ക് ഷോപ്പ് ചെയ്ത ഡ്രസ്സ് ഞാൻ കാണിച്ചത് കേട്ടോ. അവൾക്ക് എടുത്ത 2 ജോഡി ഡ്രസ്സ് എടുത്തിട്ടുണ്ടോ അതെന്താണെന്ന് കാണിച്ചത്. എനിക്ക് മാത്രം